റെസിസ്റ്റർ ചെക്ക് ചെയ്യുന്ന ഏത് ഓപ്ഷനിലിട്ടാണ് നമ്മൾ ഓംസ് എന്നുള്ള യൂണിറ്റിലേക്ക് നമ്മൾ മീറ്ററിനെ സ്വിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്ര വരുന്നത്? 0.401 മെഗാ ഓംസ്. അത് ചെറിയ വേരിയേഷൻ ഉണ്ടാവും, കാര്യം നമ്മൾ ഈ സർക്യൂട്ടിൽ കിടക്കുന്നതുകൊണ്ടൊരു വേരിയേഷൻ ഉണ്ടാവും. അടുത്ത് നമുക്ക് മോസ്ഫെറ്റ് നോക്കാം. മോസ്ഫെറ്റ് നമ്മൾ പറഞ്ഞല്ലോ, മോസ്ഫെറ്റിന്റെ ഒരു സൈഡിലെ 4 ലെഗ് ഡ്രെയിനും 1 മുതൽ 3 വരെയുള്ള ലെഗുകൾ സോഴ്സ്, 4ാമത്തെ ലെഗ് ഗേറ്റ്. മോസ്ഫെറ്റിന്റെ മണ്ടയ്ക്ക് ഉണ്ടോ ഒരു ഡോട്ട് കാണുന്നുണ്ടോ? നമ്മുടെ ഈ ഫസ്റ്റ് ലെഗിനെയാണ് ഈ വൈറ്റ് മാർക്കിങ് മെൻഷൻ ചെയ്യുന്നത്. ഈ മോസ്ഫെറ്റിന്റെ ലെഗ് നോക്കുമ്പോഴത്തേക്ക് എന്നാ 1, 2, 3, 4, അതായത് ഇതിന്റെ 4ാമത്തെ ലെഗ് ഗേറ്റ്. 1 മുതൽ 3 വരെയുള്ള ലെഗുകൾ ഇതിന്റെ സോഴ്സ്, 5, 6, 7, 8 ലെഗുകൾ ഇതിന്റെ ഡ്രെയിനുമാണ്. ഇതൊരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. നമ്പർ വരുന്നത് 4138 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 2, 0, 2, 4, 6, 8. ഈവൻ നമ്പേഴ്സ് വരുന്നതെല്ലാം എൻ ചാനലും 1, 3, 5, 7, 9 ഓഡ് നമ്പേഴ്സ് വരുന്നതെല്ലാം നമ്മുടെ പി ചാനലുമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇതെങ്ങനാ ചെക്ക് ചെയ്യുന്നത്? നമ്മള് മീറ്റർ നമ്മൾ നേരെ ഡയോഡ് മോഡിലേക്ക് ഇട്ടു. ഡയോഡ് മോഡിൽ ഇടാം നമുക്ക്, അതുപോലെ തന്നെ ബസർ മോഡ് വേണമെങ്കിലും ഇടാം. ഓക്കെ, ഡീപ് ടോൺ കേൾക്കാമല്ലോ. ഈ ബസർ മോഡിൽ ഇടുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നത് ഓംസ് വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? അതായത് 001 അല്ലെ 0008 കഴിയുമ്പോൾ ഒരു ഓംസ് കാണുന്നുണ്ടോ മീറ്ററിന്റെ ഇവിടെ? ഓക്കെ, അതായത് നമ്മള് ഡയോഡ് മോഡിലിട്ട്, അതായത് നമ്മുടെ ബസർ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ സ്വിച്ച് ചെയ്യുന്നത് ഓംസിന്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ മീറ്റർ കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മോസ്ഫെറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ മോസ്ഫെറ്റിന്റെ 2 ലെഗില്, അതായത് ഡ്രെയിനിൽ നമ്മൾ ഒരു പ്രോബ് വെച്ചു, സോഴ്സിൽ നമ്മൾ ഒരു പ്രോബ് വെച്ചു. ബസർ മോഡിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രെയിൻ ടു സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തു. വാല്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ ബീപ്പ് ഇല്ല, തിരിച്ചു കൊടുക്കുക. സോഴ്സ് ടു ഡ്രെയിന് കൊടുക്കുക, ബീപ്പ് സൗണ്ട് ഒന്നും ഇല്ല എങ്കിൽ ഈ മോസ്ഫെറ്റ് വർക്കിംഗ് ആണ്. കാര്യം ഇത് ഷോർട്ട് അല്ല. ഷോർട്ട് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് ബീപ്പ് ടോൺ അടിക്കും. കാര്യം മോസ്ഫെറ്റിന്റെ സ്വിച്ചിങ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്വിച്ചിങ് നടക്കുന്നത് മോസ്ഫെറ്റ് വഴിയാണ്. ഓക്കെ, അടുത്ത എന്താ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഏതാ? നമ്മൾ മോസ്ഫെറ്റ് ചെക്ക് ചെയ്തു, റെസിസ്റ്റർ ചെക്ക് ചെയ്തു, കപ്പാസിറ്റർ ചെക്ക് ചെയ്തു. അടുത്ത നമ്മുടെ ഇൻഡക്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഡയോഡ് മോഡ് ചെക്ക് ചെയ്യാം, ഓംസിൽ ചെക്ക് ചെയ്യാം. നമ്മളിപ്പോ ഇൻഡക്ടർ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിന് 0.05 വാല്യൂ വരെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 4 കാണിക്കുന്നത് ഈ ബോർഡിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ പ്രോബ് കണക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഈ മീറ്റർ ഒരു വോൾട്ട് ഉണ്ടല്ലോ, ആ വോൾട്ട് ഇതിനകത്ത് ഫിൽട്രേഷനകത്ത് കയറി ഇറങ്ങി ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ ലോ ആകുന്നതാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 0.005 വരെ ഈ ഇൻഡക്ടറിന്റെ വാല്യൂ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇൻഡക്ടറിന്റെ വാല്യൂ പ്രോപ്പർ ആണ്, ഇത് വർക്കിംഗ് ആണ്.